എല്ലാവർക്കും മഞ്ജൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് 5 in 1 ടോർട്ട് ഡ്രീം കേക്കാണ്. വെറും 350 രൂപയ്ക്കാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം 3 ഡയറി മിൽക്ക് എടുക്കാം, മിൽക്കി ബാർ, പിന്നെ വിപ്ഡ് ക്രീമിൻ്റെ പൗഡർ 50 ഗ്രാമിൻ്റെ, 3 ഓറിയോ ബിസ്ക്കറ്റ്. ആദ്യം തന്നെ നമുക്ക് കേക്കിന് വേണ്ടിയിട്ട് 2 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് ഇതുപോലെ പൊട്ടിച്ച് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. നല്ല രീതിയിൽ പൊടിയണേ. ഈ ഒരു പാകത്തിന് വേണം പൊടിഞ്ഞു കിട്ടാൻ. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് സൈഡിലൊക്കെ ഇരിക്കുന്നതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതും കൂടെ ഒന്ന് നന്നായിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാകത്തിന് നമ്മുടെ ഓരോ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മുടെ കേക്ക് മോൾഡിലേക്ക് ഇച്ചിരി എണ്ണ തടവി കൊടുക്കാം. ഇതുപോലെ ഗ്രീസ് ചെയ്ത് വേണം കൊടുത്തതിന് ശേഷം ഇത് ഗ്രീസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അറിയാമല്ലോ, കേക്ക് എളുപ്പത്തിൽ ഇളകി വരാനാണ് നമ്മൾ ഈ ഗ്രീസ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് നമ്മുടെ ബാറ്ററി കേക്ക് മോൾഡിലോട്ട് ഇട്ട് കൊടുക്കാം. ബാറ്ററി ഇട്ടതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് പാറ്റ് ചെയ്തിട്ട് എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. നേരത്തെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച പാത്രത്തിലേക്ക് നമുക്ക് കേക്ക് വെച്ച് കൊടുത്ത് അടപ്പടച്ച് ഈ സിമ്മിൽ വെച്ചിട്ട് ഒരു 45 മിനിറ്റ് വേണം നമ്മൾ ഈ കേക്ക് വേവിച്ചെടുക്കാൻ. 45 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്ത അടപ്പ് തുറന്ന് കേക്ക് ഒന്ന് നമുക്ക് ടൂത്ത് പിക്ക് വെച്ചിട്ട് വെന്തോന്ന് നോക്കാനാണ്. ടൂത്ത് പിക്കിലൊന്നും പറ്റിയിട്ടില്ല. അപ്പം നമ്മുടെ കേക്ക് നല്ല സെറ്റായിട്ടുണ്ട്. നമ്മുടെ കേക്ക് റെഡിയായി. അടുത്തതായിട്ട് ഓറിയോ ക്രഞ്ചി ലെയറിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ബിസ്ക്കറ്റിൻ്റെ ക്രീം ഇളക്കി മാറ്റുന്നത്. നമ്മൾ വേറൊരു പാക്കറ്റും കൂടെ മാറ്റി വെച്ചിരുന്നല്ലോ. അപ്പം ആ മൊത്തം ഒരു പാക്കറ്റ് ബിസ്ക്കറ്റിൻ്റെ ക്രീം ഇതുപോലെ ഇളക്കി മാറ്റി ബിസ്ക്കറ്റ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അടിച്ചാൽ മതി. ഇതുപോലൊരു നമുക്ക് ആ ഒരു ക്രഞ്ചിനെസ് കിട്ടണം. അതിനുശേഷം നമുക്ക് 2 മിൽക്കി ബാറാണ് ഞാൻ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ 2 ഡയറി മിൽക്കാണ് ചെറിയ കഷ്ണങ്ങളാക്കി മറ്റൊരു ബൗളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഓഫ് ചെയ്തതിന് ശേഷം ഈ ബൗൾ അതിനകത്ത് വെച്ച് നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് എല്ലാം ഇതാ മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാം. ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് 50 ഗ്രാം വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡറിന് 100 ml തണുത്ത വെള്ളമാണ് വേണ്ടത്. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്ത് ഫ്രോത്തി ക്രീമി ടെക്സ്ചറിൽ വേണം നമുക്കിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ. നമുക്കൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഉണ്ടായിരുന്നേ, അത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറയാൻ വിട്ടുപോയതാണ്. 1 ലിറ്റർ പാല്. 1 ലിറ്റർ പാലിന് പകരം വെള്ളം വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. വിപ്ഡ് ക്രീം ഇതാ റെഡി ആയിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ വിപ്ഡ് ക്രീമാണ് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നത്. അതേപോലെ തന്നെ സെയിം 3 ടേബിൾ സ്പൂൺ വിപ്ഡ് ക്രീം ചോക്ലേറ്റിലേക്കും ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. 2 ക്രീമും ഇതാ റെഡി ആയിട്ടുണ്ട്. പിന്നെ ചോക്ലേറ്റ് ഗനാഷിൻ്റെ ലെയർ നമ്മൾ പിന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ കേക്ക് അസംബിൾ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ സ്പഞ്ച് കേക്കാണ് നമ്മുടെ ഫസ്റ്റ് ലെയർ. പിന്നെ അതിന് ശേഷം ഞാൻ പാലിച്ചിരി 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് ഈ ഒരു പാകത്തിലെടുത്ത് നമ്മൾ ഇതിന് പകരം പഞ്ചസാര പനിയും എടുക്കാം. അപ്പോൾ ഈ പാലൊരു 2 ടേബിൾ സ്പൂണോളം ഉണ്ട് പാൽ. അത് നമുക്ക് മൊത്തത്തിലൊന്ന് ചേർത്ത് കൊടുക്കാം. അടുത്തത് നമ്മുടെ വൈറ്റ് ക്രീം ലെയറാണ്. അപ്പം വൈറ്റ് ക്രീം ചോക്ലേറ്റ് ലെയർ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഓറിയോ ചോക്ലേറ്റ് ക്രഞ്ചി പൗഡറും ഇതുപോലെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അടുത്തത് നമ്മളിടാൻ പോകുന്നത് നമ്മുടെ ചോക്ലേറ്റ് ക്രീമി ലെയറാണ്. അപ്പോൾ ചോക്ലേറ്റ് ക്രീമി ലെയർ ഇടാൻ നേരത്തൊന്ന് സൂക്ഷിക്കുക. ഞാനിട്ടപ്പം ക്രഞ്ചിൻ്റെ പൗഡറുമായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഒന്ന് ഇവിടെ ഇച്ചിരി കെയർഫുള്ളായിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കണം. ഞാൻ പിന്നെ കൈ കൊണ്ടൊക്കെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു സ്പൂണിൽ. കൈ കൊണ്ടായപ്പം അധികം എൻ്റെ കയ്യിൽ ഒട്ടി വന്നില്ല, ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ പറ്റി. അപ്പം നിങ്ങളും ആ ഒരു ടിപ്പ് ട്രൈ ചെയ്യുക. ഇതിന് ശേഷം നമുക്ക് ഇതൊന്ന് റെഫ്രിജറേറ്ററിൽ വെച്ച് 3 മണിക്കൂർ ഫ്രീസ് ചെയ്തെടുക്കാം. അടുത്തത് നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ലെയറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ബാക്കി വന്ന ക്രീം തന്നെയാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ ഒരു ഡയറി മിൽക്കും കൂടെ ബാക്കി ഉണ്ടായിരുന്നില്ല, അതും കൂടെ ഞാൻ മെൽറ്റ് ചെയ്തിട്ടാണ് ഈ ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇച്ചിരി പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒന്ന് ബാറ്റർ ഇച്ചിരിയും കൂടെ ഒന്ന് ലൂസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് ഈ ബാറ്റർ ഒന്ന് മുകളിൽ നിന്ന് ഇതുപോലെ ഒഴിച്ചു കൊടുക്കും. ഇതുപോലെ സ്പ്രെഡായിട്ട് വരണം. ഓക്കെ, എന്നിട്ട്
ഇതുപോലെ സ്പൂൺ വെച്ച് ഒന്നുകൂടെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടെക്സ്ചറിൽ വേണം കിട്ടുക. അതിനുശേഷം നമുക്ക് ഒന്നുകൂടെ 1 മണിക്കൂറും കൂടെ ഫ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചോക്ലേറ്റ് പൗഡർ ഇതുപോലെ നമ്മുടെ അരിപ്പ വെച്ചിട്ടൊന്ന് ഇട്ട് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്ത് നമ്മുടെ ഡ്രീം കേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വലിപ്പോഴും വെള്ളം വരുന്നുണ്ട്. നിങ്ങളും ഈ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.